എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. USA, ബ്രിട്ടൻ, കാനഡ, ജപ്പാൻ, ഫ്രാൻസ് അടക്കം 29 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ന്യൂഡൽഹിയാണ് USA, ബ്രിട്ടൻ, കാനഡ, ജപ്പാൻ, ഫ്രാൻസ് അടക്കം 29 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI ഉച്ചകോടിക്ക് വേദിയാകുന്നത്. 2022 ഭാരത് കലാഭാസ്കർ പുരസ്കാരത്തിന് അർഹനായ കഥകളി ആചാര്യൻ. 2022 ഭാരത് കലാഭാസ്കർ പുരസ്കാരത്തിന് അർഹനായ കഥകളി ആചാര്യൻ കലാനിലയം ഗോപി ആശാനാണ് 2022 ഭാരത് കലാഭാസ്കർ പുരസ്കാരത്തിന് അർഹനായ കഥകളി ആചാര്യൻ. 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാര ജേതാക്കൾ. 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാര ജേതാക്കൾ ഡാനിയൽ ബാരൻബോയിം, അലി അബു അവ്വാദ്. അലി അബു അവ്വാദ് എന്നിവരാണ് 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാര ജേതാക്കൾ. ഗ്രാമപഞ്ചായത്തുകളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം പുറത്തിറക്കിയ ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ആപ്ലിക്കേഷൻ ഗ്രാം മൺചിത്ര ആപ്ലിക്കേഷനാണ് ഗ്രാമപഞ്ചായത്തുകളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം പുറത്തിറക്കിയ GIS ആപ്ലിക്കേഷൻ. 2024 ICC അണ്ടർ-19 പുരുഷ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. 2024 ICC അണ്ടർ-19 പുരുഷ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഉദയ് സഹാറനാണ് 2024 ICC അണ്ടർ-19 പുരുഷ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. 2023 പ്രൈം പോയിന്റ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മികച്ച ലോകസഭാംഗത്തിനുള്ള സൻസദ് മഹാരത്ന അവാർഡ് നേടിയത് NK പ്രേമചന്ദ്രനാണ് 2023 പ്രൈം പോയിന്റ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മികച്ച ലോകസഭാംഗത്തിനുള്ള സൻസദ് മഹാരത്ന അവാർഡ് നേടിയത്. 2023 ഇറ്റലിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ച ചലച്ചിത്ര നടൻ കബീർ ബേദിയാണ് 2023 ഇറ്റലിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ച ചലച്ചിത്ര നടൻ. 2023 അർജുന അവാർഡിന് ശുപാർശ ചെയ്യപ്പെട്ട മലയാളി ലോങ് ജമ്പ് താരം. 2023 അർജുന അവാർഡിന് ശുപാർശ ചെയ്യപ്പെട്ട മലയാളി ലോങ് ജമ്പ് താരം M. ശ്രീശങ്കറാണ് 2023 അർജുന അവാർഡിന് ശുപാർശ ചെയ്യപ്പെട്ട മലയാളി ലോങ് ജമ്പ് താരം. കേരള മോട്ടോർ വാഹന വകുപ്പ് അവതരിപ്പിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതി. കനവാണ് കേരള മോട്ടോർ വാഹന വകുപ്പ് അവതരിപ്പിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതി. വികസിത് ഭാരത് അറ്റ് 2047 വോയിസ് ഓഫ് യൂത്തിന് ആതിഥ്യം വഹിച്ചത്. വികസിത് ഭാരത് അറ്റ് 2047 വോയിസ് ഓഫ് യൂത്തിന് ആതിഥ്യം വഹിച്ചത് കേരള രാജ്ഭവനാണ് വികസിത് ഭാരത് അറ്റ് 2047 വോയിസ് ഓഫ് യൂത്തിന് ആതിഥ്യം വഹിച്ചത്. സിംഗപ്പൂരിൽ നടക്കുന്ന ഗൂഗിൾ പ്ലേ ടൈം കോൺഫറൻസിൽ പ്രഭാഷകരുടെ പട്ടികയിൽ ഇടം നേടിയ മലയാളി സ്റ്റാർട്ടപ്പ് സ്ഥാപകൻ ജോൺ മാത്യു ആണ് സിംഗപ്പൂരിൽ നടക്കുന്ന ഗൂഗിൾ പ്ലേ ടൈം കോൺഫറൻസിൽ പ്രഭാഷകരുടെ പട്ടികയിൽ ഇടം നേടിയ മലയാളി സ്റ്റാർട്ടപ്പ് സ്ഥാപകൻ. 36ാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി. കാസർഗോഡാണ് 36ാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി. വെള്ളത്തിൽ നിന്ന് ആഴ്സനിക്, ലോഹ അയോണുകൾ എന്നിവ നീക്കം ചെയ്യുന്നതിനായി അമൃത് ആഴ്സനിക് ആൻഡ് മെറ്റൽ റിമൂവൽ ബൈ ഇന്ത്യൻ ടെക്നോളജി സംവിധാനം വികസിപ്പിച്ച സ്ഥാപനം IIT മദ്രാസ് ആണ് വെള്ളത്തിൽ നിന്ന് ആഴ്സനിക്, ലോഹ അയോണുകൾ എന്നിവ നീക്കം ചെയ്യുന്നതിനായി അമൃത് സംവിധാനം വികസിപ്പിച്ച സ്ഥാപനം. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ചാമ്പ്യനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ സാമൂഹിക പ്രവർത്തകൻ നിഖിൽ ദേ ആണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ചാമ്പ്യനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ സാമൂഹിക പ്രവർത്തകൻ. പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾക്കുള്ള ലോകബാങ്ക് ഗ്രൂപ്പിൻ്റെ ഇൻ്റർനാഷണൽ
ഫിനാൻസ് കോർപ്പറേഷൻ നൽകുന്ന പുരസ്കാരം ലഭിച്ചത്? ഫെഡറൽ ബാങ്ക്. ഫെഡറൽ ബാങ്കിനാണ് പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾക്കുള്ള ലോകബാങ്ക് ഗ്രൂപ്പിൻ്റെ IFSC നൽകുന്ന പുരസ്കാരം ലഭിച്ചത്. PV സാമി മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ അവാർഡിന് അർഹനായത്? മോഹൻലാൽ. മോഹൻലാലാണ് PV സാമി മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ അവാർഡിന് അർഹനായത്. രാജ്യത്തെ ഏറ്റവും വേഗതയേറിയ വൈദ്യുത സൗരോർജ്ജ ബോട്ടായ ബരാക്കുഡ ഇനി മുതൽ ഏത് പേരിലാണ് അറിയപ്പെടുക? സൗർശക്തി. സൗർശക്തി എന്നാണ് രാജ്യത്തെ ഏറ്റവും വേഗതയേറിയ വൈദ്യുത സൗരോർജ്ജ ബോട്ടായ ബരാക്കുഡ ഇനി മുതൽ അറിയപ്പെടുക. 2023 ഡിസംബറിൽ സ്ത്രീകൾക്ക് 33% സീറ്റുകൾ സംവരണം ചെയ്യുന്ന ബിൽ പാസാക്കിയ നിയമസഭ? ജമ്മു കശ്മീർ. ജമ്മു കശ്മീറാണ് 2023 ഡിസംബറിൽ സ്ത്രീകൾക്ക് 33% സീറ്റുകൾ സംവരണം ചെയ്യുന്ന ബിൽ പാസാക്കിയ നിയമസഭ. അജന്ത എല്ലോറ ഫിലിം ഫെസ്റ്റിവൽ പത്മപാണി ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് നൽകി ആദരിക്കുന്ന ഇന്ത്യൻ ഗാനരചയിതാവ്? ജാവേദ് അക്തർ. ജാവേദ് അക്തറാണ് അജന്ത എല്ലോറ ഫിലിം ഫെസ്റ്റിവൽ പത്മപാണി ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് നൽകി ആദരിക്കുന്ന ഇന്ത്യൻ ഗാനരചയിതാവ്. ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് എവിടെയാണ്? അഹമ്മദാബാദ്. അഹമ്മദാബാദിലാണ് ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത്. ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 ദാദാ സാഹിബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരം ലഭിച്ചത്? യേശുദാസ്. യേശുദാസിനാണ് ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 ദാദാ സാഹിബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരം ലഭിച്ചത്. ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന രാജ്യത്തെ ആദ്യ നിയമസഭാ മണ്ഡലം? ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന രാജ്യത്തെ ആദ്യ നിയമസഭാ മണ്ഡലം ധർമ്മടം. ധർമ്മടമാണ് ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന രാജ്യത്തെ ആദ്യ നിയമസഭാ മണ്ഡലം. തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറായി ചുമതലയേറ്റത്? തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറായി ചുമതലയേറ്റത് CN രാമൻ. CN രാമനാണ് തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറായി ചുമതലയേറ്റത്. AI-യെക്കുറിച്ച് വ്യക്തമായ അറിവ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിനും അവരെ AI-യുടെ ഉപഭോക്താക്കളാക്കുവാനും കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി? UI യൂത്ത് ഫോർ ഉന്നതി ആൻഡ് വികാസ് വിത്ത് AI. UI ആണ് AI-യെക്കുറിച്ച് വ്യക്തമായ അറിവ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിനും അവരെ AI-യുടെ ഉപഭോക്താക്കളാക്കുവാനും കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി. 2023 ഡിസംബറിൽ അന്തരിച്ച കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന വ്യക്തി? KP വിശ്വനാഥൻ. KP വിശ്വനാഥനാണ് 2023 ഡിസംബറിൽ അന്തരിച്ച കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന വ്യക്തി. 2023 33ാമത് വ്യാസ് സമ്മാനിന് അർഹയായ ഹിന്ദി എഴുത്തുകാരി? പുഷ്പ ഭാരതി. പുഷ്പ ഭാരതിയാണ് 2023 33ാമത് വ്യാസ് സമ്മാനിന് അർഹയായ ഹിന്ദി എഴുത്തുകാരി. പുഷ്പ ഭാരതി. 2023 KPP നമ്പ്യാർ ഗ്ലോബൽ ലീഡർഷിപ്പ് അവാർഡ് നേടിയത്? 2023 KPP നമ്പ്യാർ ഗ്ലോബൽ ലീഡർഷിപ്പ് അവാർഡ് നേടിയത് NR അശോക് കുമാർ. NR അശോക് കുമാറാണ് 2023 KPP നമ്പ്യാർ ഗ്ലോബൽ ലീഡർഷിപ്പ് അവാർഡ് നേടിയത്. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം നൽകുന്ന 2023 ദേശീയ ഊർജ്ജ സംരക്ഷണ പുരസ്കാരം നേടിയത്? ആന്ധ്രാപ്രദേശ്. 2ാം സ്ഥാനം കേരളത്തിനാണ്. ആന്ധ്രാപ്രദേശാണ് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം നൽകുന്ന 2023 ദേശീയ ഊർജ്ജ സംരക്ഷണ പുരസ്കാരം നേടിയത്. ആഴ്ചയിൽ ഒരിക്കൽ ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കാൻ പ്രജാ ദർബാർ എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? തെലങ്കാന. തെലങ്കാനയാണ് ആഴ്ചയിൽ ഒരിക്കൽ ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കാൻ പ്രജാ ദർബാർ എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. അടുത്തിടെ പ്രകാശനം ചെയ്ത നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പുസ്തകം? നയേ ഭാരത് കാ സംവേദ്. നയേ ഭാരത് കാ സംവേദ് ആണ് അടുത്തിടെ പ്രകാശനം ചെയ്ത നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പുസ്തകം. രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ 2000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ ഇന്ത്യൻ താരം? രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ 2000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ ഇന്ത്യൻ താരം സൂര്യകുമാർ യാദവ്. സൂര്യകുമാർ യാദവ് ആണ് രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ 2000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ ഇന്ത്യൻ താരം.
നവകേരള മിഷന്റെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് ഹരിത കേരളം മിഷൻ നടപ്പാക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതി. ഉറവ തേടി. ഉറവ തേടിയാണ് നവകേരള മിഷന്റെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് ഹരിത കേരളം മിഷൻ നടപ്പാക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതി. കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്രമേള 2023 മികച്ച ചിത്രം. കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്രമേള 2023 മികച്ച ചിത്രം ചിൽഡ്രൻ ഓഫ് നോബഡി. സംവിധാനം എറസ് ടാഡ്മോർ. എറസ് ടാഡ്മോർ സംവിധാനം ചെയ്ത ചിൽഡ്രൻ ഓഫ് നോബഡിയാണ് കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്രമേള 2023 മികച്ച ചിത്രം. ചൈനയിലെ ഹാങ്ചോവിൽ 2023 സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെ നടന്ന 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ എത്ര മെഡലുകളാണ് നേടിയത്? 107. ഇന്ത്യക്ക് 4ാം സ്ഥാനമാണ്. 28 സ്വർണവും 38 വെള്ളിയും 41 വെങ്കലവും അടക്കം 107 മെഡലുകളാണ് ചൈനയിലെ ഹാങ്ചോവിൽ 2023 സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെ നടന്ന 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയത്. കേരള പോലീസ് തിരുവനന്തപുരത്ത് വിജയകരമായി പരീക്ഷിച്ച ലഹരിമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് 5 മിനിറ്റിനുള്ളിൽ അറിയാൻ കഴിയുന്ന ഉമിനീർ പരിശോധന ടെസ്റ്റ് സിസ്റ്റം സോടോക്സ മൊബൈൽ ടെസ്റ്റ് സിസ്റ്റം. സോടോക്സ മൊബൈൽ ടെസ്റ്റ് സിസ്റ്റമാണ് കേരള പോലീസ് തിരുവനന്തപുരത്ത് വിജയകരമായി പരീക്ഷിച്ച ലഹരിമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് 5 മിനിറ്റിനുള്ളിൽ അറിയാൻ കഴിയുന്ന ഉമിനീർ പരിശോധന ടെസ്റ്റ് സിസ്റ്റം സോടോക്സ മൊബൈൽ ടെസ്റ്റ് സിസ്റ്റം. ജമ്മു കാശ്മീരിലെ യൂത്ത് വോട്ടർ അവയർനെസ് അംബാസിഡറായി നിയമിക്കപ്പെട്ട മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സുരേഷ് റെയ്ന. സുരേഷ് റെയ്നയാണ് ജമ്മു കാശ്മീരിലെ യൂത്ത് വോട്ടർ അവയർനെസ് അംബാസിഡറായി നിയമിക്കപ്പെട്ട മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. ദക്ഷിണാഫ്രിക്കയിൽ എവിടെയാണ് അടുത്തിടെ ഗാന്ധിജിയുടെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്തത്? ജോഹനാസ്ബർഗിലെ ടോൾസ്റ്റോയ് ഫാമിൽ. ജോഹനാസ്ബർഗിലെ ടോൾസ്റ്റോയ് ഫാമിലാണ് ദക്ഷിണാഫ്രിക്കയിൽ അടുത്തിടെ ഗാന്ധിജിയുടെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. കേരള മീഡിയ അക്കാദമിയുടെ ഇന്ത്യൻ മീഡിയ പേഴ്സൺ പുരസ്കാര ജേതാക്കൾ. കേരള മീഡിയ അക്കാദമിയുടെ ഇന്ത്യൻ മീഡിയ പേഴ്സൺ പുരസ്കാര ജേതാക്കൾ കരൺ ഥാപ്പർ, രവീഷ് കുമാർ. 2021-22 വർഷത്തെ പുരസ്കാരം കരൺ ഥാപ്പർക്കും രവീഷ് കുമാറിന് 2022-23 വർഷത്തെ പുരസ്കാരമാണ് ലഭിച്ചത്. രവീഷ് കുമാറും കരൺ ഥാപ്പറുമാണ് കേരള മീഡിയ അക്കാദമിയുടെ ഇന്ത്യൻ മീഡിയ പേഴ്സൺ പുരസ്കാര ജേതാക്കൾ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യമായി എത്തിയ കപ്പൽ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യമായി എത്തിയ കപ്പൽ ഷെൻഹുവ 15. ഷെൻഹുവ 15 ആണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യമായി എത്തിയ കപ്പൽ. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് സംഘടിപ്പിച്ച ഏവിയോണിക്സ് എക്സ്പോസിഷൻ 2023 വേദി ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് സംഘടിപ്പിച്ച ഏവിയോണിക്സ് എക്സ്പോസിഷൻ 2023 വേദി. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ കൂടുതൽ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ കൂടുതൽ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് രോഹിത് ശർമ്മ. രോഹിത് ശർമ്മയാണ് ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ കൂടുതൽ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. അടുത്തിടെ അന്തരിച്ച പ്രൊഫസർ ടി ശോഭീന്ദ്രൻ ഏതു നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ്? പരിസ്ഥിതി പ്രവർത്തകൻ. അടുത്തിടെ അന്തരിച്ച പ്രൊഫസർ ടി ശോഭീന്ദ്രൻ പരിസ്ഥിതി പ്രവർത്തകൻ എന്ന നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ്. 4 പതിറ്റാണ്ടിൻ്റെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിൽ നിന്ന് ഏത് രാജ്യത്തേക്കുള്ള സ്ഥിരം കപ്പൽ സർവീസാണ് ആരംഭിച്ചത്? ശ്രീലങ്ക. 4 പതിറ്റാണ്ടിൻ്റെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള സ്ഥിരം കപ്പൽ സർവീസാണ് ആരംഭിച്ചത്. ഇന്ത്യ വിയറ്റ്നാം സംയുക്ത സൈനികാഭ്യാസം വിൻബാക്സ് 2023 വേദി ഹനോയ്. ഹനോയിയാണ് ഇന്ത്യ വിയറ്റ്നാം സംയുക്ത സൈനികാഭ്യാസം വിൻബാക്സ് 2023 വേദി. 2030 കേരളത്തെ ഒറ്റ നഗരമായി മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രൂപീകരിച്ച നഗരനയ കമ്മീഷന്റെ അധ്യക്ഷൻ ഡോക്ടർ എം സതീഷ് കുമാർ. ഡോക്ടർ എം സതീഷ് കുമാറാണ് 2030 കേരളത്തെ ഒറ്റ നഗരമായി മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രൂപീകരിച്ച നഗരനയ കമ്മീഷന്റെ അധ്യക്ഷൻ. 2023 ഒക്ടോബർ 13 അന്തരിച്ച PV ഗംഗാധരൻ ഏത് നിലകളിൽ പ്രസിദ്ധനായ വ്യക്തിയായിരുന്നു? വ്യവസായി, ചലച്ചിത്ര നിർമ്മാതാവ്, മാതൃഭൂമി ഡയറക്ടർ. വ്യവസായി, ചലച്ചിത്ര നിർമ്മാതാവ്, മാതൃഭൂമി ഡയറക്ടർ എന്ന നിലകളിൽ പ്രസിദ്ധനായ വ്യക്തിയായിരുന്നു 2023 ഒക്ടോബർ 13 അന്തരിച്ച PV ഗംഗാധരൻ.
ലണ്ടൻ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം സംഘടിപ്പിച്ച വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ആനിമൽ പോർട്രേറ്റ് വിഭാഗത്തിൽ സമ്മാനം നേടിയ മലയാളി? വിഷ്ണു ഗോപാൽ. വിഷ്ണു ഗോപാലാണ് ലണ്ടൻ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം സംഘടിപ്പിച്ച വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ആനിമൽ പോർട്രേറ്റ് വിഭാഗത്തിൽ സമ്മാനം നേടിയ മലയാളി. 2024 ബുക്കർ പ്രൈസ് ജഡ്ജിംഗ് പാനലിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യൻ സംഗീതജ്ഞൻ. 2024 ബുക്കർ പ്രൈസ് ജഡ്ജിംഗ് പാനലിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യൻ സംഗീതജ്ഞൻ നിതിൻ സാഹ്നി. നിതിൻ സാഹ്നിയാണ് 2024 ബുക്കർ പ്രൈസ് ജഡ്ജിംഗ് പാനലിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യൻ സംഗീതജ്ഞൻ. 2023 അർജുന അവാർഡ് നേടിയ ക്രിക്കറ്റ് താരം. 2023 അർജുന അവാർഡ് നേടിയ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി. മുഹമ്മദ് ഷമിയാണ് 2023 അർജുന അവാർഡ് നേടിയ ക്രിക്കറ്റ് താരം. അടുത്തിടെ അന്തരിച്ച MS ഗിൽ ഏത് പ്രധാന പദവി വഹിച്ച വ്യക്തിയാണ്? അടുത്തിടെ അന്തരിച്ച MS ഗിൽ ഏത് പ്രധാന പദവി വഹിച്ച വ്യക്തിയാണ്? മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. അടുത്തിടെ അന്തരിച്ച MS ഗിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവി വഹിച്ചിരുന്ന വ്യക്തിയാണ്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.